ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുമ്പേരി അലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി റൂമിലിരുന്നിങ്ങനെ മദ്യപിക്കുകയാണ്. ആ സമയത്ത് അവധക്കുട്ടിച്ചാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലി എടുത്ത് ചോദിക്കും, എടാ ലാലിച്ച, നീ എന്തൊരു കുടിയായി കുടിക്കുന്നത്? ഞാൻ നിൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞില്ലേ ഇവിടെ ഒരു പെങ്കൊച്ച് താമസിക്കുന്നുണ്ട്, നീ നിൻ്റെ ഈ കുടി കുറച്ച് കുറയ്ക്കണമെന്ന്. എങ്ങനെ അപ്പച്ചൻ ഞാൻ മദ്യപിക്കാതിരിക്കുന്നത്? അപ്പച്ചൻ കണ്ടില്ലേ ഇന്ന് കിച്ചണിൽ നടന്ന സംഭവങ്ങളൊക്കെ? അതിന് കിച്ചണിൽ എന്ത് സംഭവിച്ചു? ഞാൻ കിച്ചണിൽ നിന്ന സമയത്തല്ലേ അലീന പൗലോസിനോട് അങ്ങനെ സംസാരിച്ചത്? അവൾ എന്ത് സംസാരിച്ചെന്ന ലാലിച്ച നീ പറയുന്നത്? അവൻ്റെ അമിതമായ ദൂർത്ത് കണ്ട സമയത്ത് അവളത് ചോദ്യം ചെയ്തു. നീ കണ്ടേയില്ലേ അവൻ വാങ്ങിച്ചുകൊണ്ടുവന്ന് മീൻ മുറിച്ചിട്ടേക്കുന്നത്? അഥവാ അവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തു, അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ പോരായോ? അതിന് അവൾ അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടണം. അതും അവളെക്കാൾ എത്രയോ പ്രായത്തിന് മൂത്തതാ പൗലോസ്. അയാളുടെയൊക്കെ അങ്ങനെ സംസാരിക്കാൻ കൊള്ളാവോ? അപ്പച്ചന് അറിയത്തില്ലേ ഇവിടെ എല്ലാവർക്കും വേണ്ട ഭക്ഷണം പാചകം ചെയ്തു തരുന്ന നല്ലൊരു കുക്കല്ലേ പൗലോസ്? ഈ പറയുന്ന ഇവിടെ എന്തോ ഫംഗ്ഷൻ നടന്നാലും വളരെ ടേസ്റ്റായിട്ടാണ് അയാൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇന്നേ വരെ പൗലോസിൻ്റെ പാചകത്തെക്കുറിച്ച് ആരും മോശം പറഞ്ഞിട്ടില്ല. നാളെ അവളെ വിവാഹം കഴിച്ച് അവൾ മറ്റൊരു വീട്ടിലോട്ട് പോകും. ആ സമയത്തും എനിക്കെന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തരാനായിട്ട് എൻ്റെ വായ്ക്ക് പിടിച്ച ഒരു പാചകക്കാരൻ വേണ്ടായോ? അതെങ്കിലും അവൾ ഓർക്കണ്ടായോ എന്ന് ചോദിക്കും. എടാ, അവൾ അങ്ങനെയൊന്നും ചിന്തിച്ചോർത്തും പറഞ്ഞായിരിക്കത്തില്ല. നിനക്കറിയത്തില്ലേ ലാലിച്ച, അവൾ വളർന്നു വന്ന സാഹചര്യം, 22 വർഷക്കാലം അവൾ താമസിച്ച ഒരു സാഹചര്യം അതായിരുന്നു. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ദൂർത്ത് കണ്ടപ്പോൾ അവൾ ചോദ്യം ചെയ്തതെന്ന് പറയും. അപ്പച്ച, എനിക്കറിയാമായിരുന്നോ എനിക്ക് ഇങ്ങനൊരു മകളുണ്ടെന്നും 22 വർഷക്കാലം അവളൊരു അനാഥയായിട്ട് കഴിയുക എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുമായിരുന്നോ? ഞാൻ എൻ്റെ മകൾക്ക് എന്തും ചെയ്തു കൊടുത്തേനെ. എനിക്കറിയത്തില്ലായിരുന്നല്ലോ അപ്പച്ച. എന്നിട്ടും അവൾ പിന്നെയും അവൾ അനാഥ മന്ദിരത്തിൽ കഴിഞ്ഞ കാര്യം പറഞ്ഞ് എന്നെ കുത്തി നോവിക്കുക. അങ്ങനെയൊന്നും അല്ല ലാലിച്ച. അപ്പച്ചന് അവൾക്ക് വേണ്ടി എന്ത് വക്കാലത്ത് പറഞ്ഞാലും അവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ പറയും, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പിണങ്ങിയിരുന്ന എന്തോ ചെയ്യും. 2 ദിവസം കഴിയുമ്പോൾ ഞാനങ്ങ് നാളെ പുല്ലൂർക്ക് പോകും. പോയി കഴിയുമ്പോൾ നിങ്ങൾ അപ്പച്ചനും മോളും ഇങ്ങനെ പിണങ്ങിയിരുന്ന എന്ത് ചെയ്യാനായത്? എന്ത് ചെയ്യാൻ? അവളല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചതെന്ന് പറയും. അവിടെ ചെന്നാൽ അവൾ നിൻ്റെ കാര്യം പറയും, നീ ഇവിടെ വരുമ്പോൾ അവളുടെ കാര്യം പറയും. എന്തായാലും ഞാൻ അവിടുത്തെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിച്ചാൻ അങ്ങോട്ട് പോവുകയാണ്. ആ സമയത്ത് അലീന റൂമിലിങ്ങനെ ഇരിപ്പുണ്ട്. ആ സമയത്ത് പറയും, മോളെന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. മോള് കരഞ്ഞോ? ഒന്നുമില്ല വല്യപ്പച്ചാന്ന് പറയും. അല്ല, മോള് കരഞ്ഞു, കണ്ണേ കരട് പോയത്. ഇത് കരട് പോയതല്ലല്ലോ, മോള് കരഞ്ഞില്ലേ? എന്തിനാ വല്യപ്പച്ച എപ്പോഴും എന്നെ പപ്പ വഴക്ക് പറയുന്നു പറയും. മോളെ വഴക്ക് പറഞ്ഞു? ആ, ഇപ്പം തന്നെ കണ്ടില്ലേ പൗലോസേട്ടൻ കിച്ചണിനെ അങ്ങനെ കാണിച്ചുകൊണ്ടല്ലേ ഞാൻ പൗലോസേട്ടനോട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പപ്പ എൻ്റെ ഭാഗം കേൾക്കാതെ പൗലോസേട്ടൻ പറഞ്ഞാൽ മാത്രമേ കേൾക്കുന്നതെന്ന് പറയും. എന്നോടവൻ പറഞ്ഞില്ലേ മോളെ കിച്ചണിലൊന്നും പോകേണ്ട കാര്യമില്ല, നീ അവിടുത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടെന്ന്. അന്വേഷിക്കാതിരുന്ന കിച്ചണിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ടറിയിലും ഓഫീസിലും ഒക്കെ എന്തെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടക്കുന്നത്. അതൊന്നും പപ്പയ്ക്ക് അന്വേഷിക്കുകയൊന്നും വേണ്ട. ഇതേ കണക്കായിരിക്കുമല്ലോ മറ്റ് സ്ഥലങ്ങളിൽ ഓരോ നടത്തുന്നത് എന്നൊക്കെ പറയും. ആ സമയത്ത് അതൊക്കെ അത് വേണ്ട വിധത്തിൽ അതൊക്കെ നടക്കുന്നുണ്ട്, പ്രവർത്തനം നടക്കുന്നുണ്ട്. നീ ഇനി അതൊന്നും ചെന്ന് അവൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട. നോക്ക്, അവനാണെന്നുണ്ടെങ്കിൽ പെൺപിള്ളേർ തറുതല പറയുന്നതും അവനെ ആരും ഭരിക്കാൻ ചെല്ലുന്നതൊന്നും അവന് പണ്ടേ ഇഷ്ടമല്ല. ഓ, അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. മോളെ, അവൻ കേണലായിരുന്നല്ലോ ആ സമയത്ത്. അവൻ എല്ലാവരും അവൻ്റെ സബോർഡിനായിട്ട് ജോലി ചെയ്തിട്ടില്ല. അപ്പം എല്ലാവരും അവനോട് വളരെ മര്യാദയ്ക്കൊക്കെ സംസാരിക്കാൻ പെരുമാറാൻ ചെയ്തിട്ടുണ്ട്. അപ്പം റിട്ടയർ ആയതിനു ശേഷം അവൻ ആ ഒരു പവർ അവനിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പട്ടാളത്തിൽ കേണലെന്ന് പറഞ്ഞ പദവി മാത്രമേ ഉള്ളൂ, പപ്പയ്ക്ക് താഴെ മാത്രമല്ലല്ലോ, പപ്പയുടെ മുകളിലും ഓഫീസേഴ്സ് കാണുമല്ലോ. ഇതൊക്കെ നിനക്കറിയാവോ? അതൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊന്നും പറഞ്ഞ പപ്പ അനുസരിക്കത്തില്ലേ? അപ്പോൾ പപ്പ പറഞ്ഞ മാത്രം എല്ലാവരും അനുസരിക്കണം. അതെന്തൊരു ന്യായമാണ് എന്ന് പറയും. രണ്ടുപേരും അവതക്കുട്ടിച്ചാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തിരിച്ച് അതേ മറുപടി പറയാം. അവസാനം അവതക്കുട്ടിച്ചാൻ പറയും, ഞാനങ്ങ് തോറ്റു, എനിക്കിനി കിടന്ന് ഇങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ഞാൻ കിടന്ന് വലയുക, എന്തോ ചെയ്യാനാന്ന് പറയാം. വല്യപ്പച്ച, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മോള് പറ. അതേ, ഈ ഇവിടെ എന്തെങ്കിലും ഇപ്പം ഞാനും പപ്പയും തമ്മിൽ പിണങ്ങിയിരുന്ന വല്യപ്പച്ചൻ ആരുടെ കൂടെ നിൽക്കും? സ്റ്റാൻലി പപ്പയുടെ കൂടെ നിൽക്കുമോ അതോ എൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും, അതൊരു വല്ലാത്ത ചോദ്യമാണല്ലോ ചോദിച്ചത്. പറ. അത് ഇത്രയും നാൾ ഞാൻ ലാലിച്ചൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിന്നിരുന്നത്. പിന്നെ ഇപ്പോഴോ? ഇപ്പം ഞാൻ എൻ്റെ ചിന്നമ്മയുടെ കൂടെ നിൽക്കുന്നത്. അത് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ചിന്നമ്മ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് ഞാൻ ചിന്നമ്മയുടെ കൂടെ നിൽക്കാം, അതാണ് എന്ന് പറഞ്ഞ് അലീന പറയുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്കറിയാം വല്യപ്പച്ചൻ എൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, വല്യപ്പച്ച
നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കണം. ഈ പറയുന്ന കണക്ക് ഇവരെല്ലാവരും കാണിക്കുന്ന കള്ളത്തരമെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതെല്ലാം പപ്പയെ തെളിവ് സഹിതം കാണിച്ചു കൊടുക്കണം. അതിനുശേഷം ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ തന്നെ കൺട്രോൾ ചെയ്യാം. ഇതിനെല്ലാം സപ്പോർട്ടായിട്ട് വല്യപ്പച്ചൻ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയും. പിന്നെന്താ, ഞാൻ എന്തിനും ഏതിനും എൻ്റെ ചിന്നമ്മയുടെ കൂടെ നിൽക്കത്തോളം എന്ന് പറയും. അത് തന്നെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ കൈയൊക്കെ കൂട്ടിയടിച്ച് സന്തോഷം നിൽക്കുകയാണ്. അപ്പോഴേ ഞാൻ നാളെ കഴിഞ്ഞങ്ങ് പോവും. പിന്നെ എങ്ങനെ അപ്പോൾ വല്യപ്പച്ചൻ പോവോ? എനിക്ക് പോകണ്ടായോ? എനിക്ക് അവിടെ പോയിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യ കാര്യം എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് തീർത്തിട്ടിങ്ങി വരാമായിരുന്നു. പക്ഷേ ഇത് ഞാൻ ചെല്ലേണ്ട കാര്യമാണ്. 2 ദിവസം കഴിയട്ടെ, കഴിഞ്ഞിട്ട് ഞാനിങ്ങി വരാമെന്ന് പറയും. എന്നാലും വല്യപ്പച്ചനും കൂടി പോയാൽ എനിക്ക് ഭയങ്കര വിഷമം. ഇവിടെ ആരെ എനിക്കൊന്ന് മിണ്ടിയും പറയാൻ ചെയ്യാനുള്ളത് എന്നൊക്കെ പറയും. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബാലേന്ദ്രൻ്റെ വീടാണ് കാണിക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ്റെ വീട്ടിലോട്ട് മനു വരുന്നുണ്ട്. മനു വന്നിട്ട് ബാലേന്ദ്രനെ കാണണം. അതുപോലെ തന്നെ അലീനെ കൊണ്ടാക്കിയ കുളത്തൂപ്പുഴയിൽ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് മേൽവിലാസമൊക്കെ കിട്ടിയതിന് ശേഷം അലീനെ പോയി നേരിട്ടൊന്ന് കാണണം എന്നൊക്കെയാണ് മനുവിൻ്റെ ആഗ്രഹം. അതിനായിട്ടാണ് അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് വൈജയന്തി പറയും, അല്ലടാ മനു, നിന്നെ ഇപ്പം ഇങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ, എന്താ എൻ്റെ അങ്ങനെ? അല്ല, അലീന ഉള്ളപ്പം നീ ആഴ്ച 3 ദിവസം ഇവിടെ തന്നെ ആയിരുന്നല്ലോ. ഇവിടെ ഉള്ളത് നിൻ്റെ സഹോദരങ്ങൾ തന്നെ, ആ വിചാരം നീ മറന്നു പോകരുത്. ആൻറ്റി, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ പഴയതൊന്നും മറക്കത്തുമില്ലെന്ന് പറയും. അതും കഴിഞ്ഞ കാലവും നമ്മൾ മറക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ല, അലീന പോയതോടുകൂടി ആൻറ്റി ഭരണമൊക്കെ ഏറ്റെടുത്തോന്ന് ചോദിക്കും. ഭരണം ഏറ്റെടുക്കാൻ എന്താ, മുമ്പ് ഞാൻ തന്നെ ഇത് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ വീടായത്, പിന്നെ ഇടയ്ക്ക് ഒരുത്തി കയറി വന്ന് ഭരിച്ചെന്ന് കരുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുവിനോട് സംസാരിക്കുന്നുണ്ട്. അലീനെക്കുറിച്ച് ആൻറ്റി എപ്പോഴെങ്കിലും ആലോചിക്കുമെന്ന് ചോദിക്കും. ഞാൻ കഴിഞ്ഞു പോയതെക്കുറിച്ചൊന്നും ആലോചിക്കാറില്ല, എൻ്റെ ജീവിതം തകർത്തിട്ട് പോയവളാണ് അവൾ. അതേ ആൻറ്റി, കഴിഞ്ഞതും നമ്മുടെ പാസ്റ്റും നമ്മൾ ഒരിക്കലും മറക്കരുത്. ആൻറ്റിയുടെ പാസ്റ്റിനെക്കുറിച്ച് ആൻറ്റിക്ക് അറിയാമെന്ന് ചോദിക്കും. എൻ്റെ പാസ്റ്റിന് എന്താടാ കുഴപ്പം? കുഴപ്പം എന്താണെന്ന് ആൻറ്റിക്കല്ലേ അറിയത്തുള്ളൂ. നീ എന്താ മനു അങ്ങനൊരു ചോദ്യം? എൻ്റെ ഭൂതകാലത്തിന് എന്തോ പ്രശ്നമെന്ന് ചോദിക്കും. അത് ആൻറ്റിക്ക് അറിയാമല്ലോ ആൻറ്റി, എനിക്കറിയാവുന്നുള്ള കാര്യം കൂടി ആൻറ്റി മറന്നു പോകരുത്. എല്ലാം ഓർത്ത് വേണം ആൻറ്റി ഇനി ഇവിടെ നിൽക്കാനും അങ്കിളിനോടൊക്കെ പെരുമാറാനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തീപ്പൊരി ഇട്ട് കൊടുത്തിട്ടാണ് മനു അങ്ങോട്ട് റൂമിലോട്ട് കയറി ചെല്ലുന്നത്. അങ്ങനെ ആ സമയത്ത് അവിടെ ബാലചന്ദ്രൻ നിൽപ്പുണ്ട്. അങ്ങനെ ബാലചന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. അവൻ ബാലചന്ദ്രൻ ഫുഡൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫുഡൊന്നും കഴിച്ചില്ല, ഫുഡ് കഴിക്കണം. അലീന ഉള്ളപ്പോൾ സമയത്തിന് ഫുഡും മെഡിസിനും എല്ലാം എടുത്ത് തരുമായിരുന്നു. ഇപ്പം എൻ്റെ മക്കൾ നോക്കിക്കോളും. എങ്കിലും അവൾ പോയതിനൊരു ശൂന്യത, അതൊരു ശൂന്യത തന്നെയാണ്. ആ ശൂന്യത നമുക്ക് മാറ്റാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ കയ്യിലൊരു ബോംബുണ്ടെന്നും എന്തെങ്കിലും രീതിയിൽ വൈജയന്തി പ്രതികരിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ബോംബ് പൊട്ടിക്കുമോ എന്നൊക്കെ മനുവിനോട് പറയുന്നുണ്ട്. അതിനുശേഷം കുളത്തൂപ്പുഴയിലുള്ള അലീനയുടെ അഡ്രസ്സൊക്കെ മനു ബാലേന്ദ്രനിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അങ്ങനെ അലീനയെ പോയി കാണാനായിട്ട് മനു ശ്രമിക്കുന്നു. അതിനുശേഷം രാവിലെ ആകുമ്പോഴത്തേക്ക് കുട്ടിച്ചായൻ പോകാനായിട്ടൊക്കെ റെഡി ആവുന്നുണ്ട്. ആ സമയത്ത് സ്റ്റാൻലി അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയാണ്. ആ സമയത്തൊരു മോളെ, വല്യപ്പച്ചൻ പോയിട്ട് വരാം, വല്യപ്പച്ചൻ പോയാൽ എനിക്കിവിടെ ആരും ഇല്ല ഒന്നും മിണ്ടാനും പറയാനെന്നൊക്കെ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് അങ്ങ് വിഷമമാവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സ്റ്റാൻലി പൗലോസിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി നീ അലീനെ എന്ത് വന്ന് സംസാരിച്ചാലും നീ അവൾ പറയുന്ന കണക്ക് അനുസരിക്കണം. അതുപോലെ തന്നെ അവൾ എൻ്റെ മകളാണ്. അവൾ അനാഥം നിർത്തി കഴിഞ്ഞ കാര്യമൊന്നും പറഞ്ഞ് നിങ്ങളാരും സംസാരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ പറഞ്ഞ് പൗലോസിനെ പറഞ്ഞ് ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പൗലോസ് വലിയ സന്തോഷമായിട്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ഇവിടുന്ന് പോയാലും വേറെ ജോലി കിട്ടും. ഒരുപാട് ഹോട്ടലുകാരൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. എനിക്കിവിടുത്തെ ജോലി പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല മട്ടിലൊക്കെയാണ് പൗലോസിൻ്റെ സംസാരം. പക്ഷേ പൗലോസിന് അലീനയ്ക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ പൗലോസിന് ഇവിടുന്ന് പിരിഞ്ഞു പോകാമെന്നും സ്റ്റാൻലി പൗലോസിനോട് പറയുന്നുണ്ട്. ആ സമയം തന്നെ പൗലോസ് പറയുന്നുണ്ട്, അയ്യോ സാറേ എന്നെ പിരിച്ചു വിടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാൻലിയുടെയും അലീനയുടെയൊക്കെ കാല് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരുന്ന ദിവസത്തിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.